മറ്റൊരു മതസ്ഥന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും സ്വീകരിച്ച് ആ വേഷവും ആ നിലക്കുള്ള അതിൻ്റെ ആഘോഷങ്ങളും ഒക്കെ കൃത്യമായി ഒരു പ്രശ്നവുമില്ലാതെ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്താ? അത് പറഞ്ഞാൽ ഇന്ന് വർഗീയവാദിയായി ചാപ്പകുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്വാമിമാരിങ്ങനെ പോകുമ്പോൾ അവർക്ക് നമ്മൾ ആരെങ്കിലും വീട്ടിൽ കയറി ഒരു ലേശം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കില്ല. അവർ പറയും, അഹിന്ദുക്കളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റൂല. അത് വർഗീയവാദമാണോ? അല്ല, അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിമീങ്ങൾക്കൊരു മതമുണ്ട്. ആ മതത്തിനൊരു അതിർവരമ്പുകളുണ്ട്. അതിന് പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റൊരു മതസ്ഥനോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ഇസ്ലാമിന്റെ പ്രവാചകന്റെ ജന്മദിന ആഘോഷം പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരു മതസ്ഥന്റെ ആഘോഷത്തെ അങ്ങ് സ്വീകരിക്കാൻ കഴിയുക? ഇപ്പൊ മറ്റുള്ള മതക്കാരൊക്കെ മാറിക്കാണ്. നമ്മൾ ആൾക്കാർ നല്ല സാരി എടുത്ത് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം കുട്ടികൾ ഇന്ന് ഇതിന്റെ വലിയ കേമത്തരങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്.